ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നോ. 19 കൂടി വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്ന കാര്യം ഞാൻ ചിന്തിക്കുകയുണ്ടായല്ലോ. 15-ാം വാക്യത്തിൽ നാം വായിച്ചു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ യാതൊരു സംശയമില്ല, നാം ദൈവമക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവകാശം നൽകിയെന്ന് യോഹന്നാൻ 1:12 നാം വായിക്കുന്നു. 1 യോഹന്നാൻ 3:1 കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്രയോ വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളാണ് എന്ന് കാണിക്കുന്ന ധാരാളം വചനങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കി, നാം ദൈവമക്കളാണ്. അതുമാത്രമല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചതാണല്ലോ. അപ്പോൾ നാം അടിവരയിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നാം ദൈവമക്കളാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 17-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. അത് വ്യക്തമായി നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾക്കറിയാം. പിതാവിൻ്റെ സമ്പത്തിൽ അവകാശം മക്കൾക്കാണ്. ഇത് തന്നെയാണ് ആത്മീയ ഗോളത്തിലുമുള്ളത്. എന്നെ കേൾക്കുന്ന ധാരാളം പേർ ഒരുപക്ഷെ സാമ്പത്തികമായ ഞെരുക്കത്തിലും പ്രതിസന്ധിയിലും പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കർത്താവിൽ വന്നതിന് ശേഷം നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയിരിക്കാം. അങ്ങനെ എത്തിയിട്ടുള്ളവർ പറയും, കർത്താവ് ഞങ്ങളെ ആ വിധത്തിലും അനുഗ്രഹിച്ചു. മറ്റൊരു കൂട്ടർക്ക് അത് പറയുവാനില്ലായിരിക്കാം. ആത്മീയമായ അനുഗ്രഹങ്ങളെ പറയുവാനുള്ളൂ. കഴിഞ്ഞ 35 വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്നു. എനിക്കും ഭൗതികമായിട്ട് പറയുവാനൊന്നുമില്ല. സ്വന്തമായൊരു ഭവനം പോലും ഇതുവരെ വെച്ചിട്ടില്ല. എന്നാലും ഞാൻ കർത്താവിൽ പൂർണ്ണമായ സന്തോഷത്തിൽ ജീവിക്കുന്നു. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യാശയുള്ളൊരു വിഷയമെന്നുള്ളത്, നാം ദൈവമക്കളാണ്, കൂടാതെ നാം അവകാശികളാണ്. ആ അവകാശികളുടെ കാര്യം 2 വിധത്തിലാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ദൈവമാണല്ലോ സകലവും ഭരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അവകാശികളാണ്. ക്രിസ്തുവിനും അതിൽ പൂർണ്ണമായ അവകാശമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന നിലയിൽ. ആ ക്രിസ്തുവിനോട് കൂടെ എനിക്ക് അവകാശമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നത്. കർത്താവിന് വ്യക്തമായിട്ട് പിതാവിനോട് പറയാം, ഞാൻ നിന്റെ ഏകജാതനായ പുത്രനാണ്, എനിക്ക് സകല അവകാശത്തിനും ഞാൻ യോഗ്യനാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിനോടൊപ്പം നമുക്കും അവകാശമുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹാസ്നേഹം നമ്മളെ എങ്ങനെയും രക്ഷിച്ച് നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കുക എന്നുള്ള അല്ല കർത്താവിൻ്റെ പ്ലാൻ. എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ട്, നമുക്ക് വേണ്ടി ഭവനമൊരുക്കിക്കൊണ്ട്, നമ്മളെ സ്വർഗത്തിൻ്റെ അവകാശം നൽകിക്കൊണ്ട്, ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് നമ്മളെ ധനികരാക്കിയിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വിശ്വാസികൾ നിങ്ങൾ പ്രയാസത്തിലും ദുഃഖത്തിലുമാണ് ഇതുവരെയും ജീവിക്കുന്നതെങ്കിൽ, അയ്യോ ഞാൻ ഈ വിധത്തിലാണല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, വളരെ താഴ്മയോടുകൂടി പറയട്ടെ, നിങ്ങളെ സമ്പന്നരാക്കിയിരിക്കുകയാണ്. അത് വിശ്വാസത്തിനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് താഴേക്ക് വായിച്ചാൽ 19-ാം വാക്യം, 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു. ദൈവമക്കൾക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് സാരമില്ലെന്നെണ്ണുവാനുള്ള കാര്യം വിശ്വാസത്തിന്റെ കണ്ണാൽ നമ്മൾക്ക് വച്ചിരിക്കുന്ന കാര്യങ്ങള് നാം വിശ്വാസത്തിന്റെ കണ്ണാൽ കാണുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത്. ഓരോ ദൈവമകനും ഈ സത്യം മനസ്സിലാക്കി അനുഗ്രഹമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഈ യേശു കർത്താവിനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കടന്നു വരിക. നിങ്ങളുടെ ജീവിതവും ധന്യമായി തീരും. നിങ്ങളുടെ ഒരു ധനികനായി യേശു ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയായി സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം, പാപങ്ങളെ അംഗീകരിച്ച് യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ എനിക്ക് പാപമോചനമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കേൾവിക്കാരായ ഓരോരുത്തരെയും ആ വിധത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാം നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു അനുഗ്രഹമായ സമയം നൽകിയതിനായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.